അങ്ങനെ അടുത്തതായിട്ടുള്ള നമ്മളെ ലൊക്കേഷൻ പുംഡിക്കോട്ട് ശിവ സ്റ്റാച്ചു ആണ്. ബസ് കുറച്ച് അടിയിൽ നിർത്തിയോണ്ട് തന്നെ കുറച്ച് നടന്നു വേണം ഇവിടെ എത്താൻ. ശിവരാത്രിയോടനുബന്ധിച്ച് തന്നെ അവിടെ പൂജയും കാര്യങ്ങളും ഭജനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റാച്ചുവിന് ചുറ്റുമായിട്ട് നമുക്ക് കുറെ ശിവലിംഗങ്ങൾ കാണാം ഇവിടെ. അങ്ങനെ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഇംലി അച്ചാർ കണ്ടത്. ഒന്നും പറയേണ്ട ഗൈസ്, ഒരു രക്ഷയില്ല, പൊളി ടേസ്റ്റ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പീസ് ഓഫ് പഗോഡയിലേക്കാണ്. ജാതി മതഭേദ്യമന്യേ ലോകത്തിലുള്ള എല്ലാവർക്കും പീസ് കണ്ടെത്താനായിട്ട് എത്താവുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊക്ര ടൗൺ മൊത്തത്തിൽ കാണാട്ടോ. അടുത്തതായിട്ട് പോയത് സേതി റിവർ ക്രോസിംഗ് കാണാനായിരുന്നു. വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് കണ്ടുപോരാം. അത് കഴിഞ്ഞ് കുറച്ച് നേപ്പാളി വെറൈറ്റി ഡിഷ് ഒക്കെ കഴിച്ചു. ബീഫൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നേപ്പാള്. അതിന്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് മൊണസ്ട്രിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതും കൂടെ പോയി കണ്ടു. പിന്നെ നേരെ പോയത് മഹേന്ദ്ര കേവിലായിരുന്നു. അതിന്റെ അടുത്ത് തന്നെയാണ് ബാറ്റ് കേവും. ഉള്ളിൽ പൂജക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പ്രീസ്റ്റിനൊക്കെ പരിചയപ്പെട്ടു. Namaste. I'm from Nepal. Thank you to see you here. Okay, welcome. I am priest in the cave. Okay. You know Lord Ganesh is considered the most important god in the. അതിന്റെ അടുത്തായിട്ട് ചെറിയ വേറൊരു കേവും കൂടെ ഉണ്ടായിരുന്നു. ആരും പോവാത്ത സ്ഥലമാണ്. സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പോയത് ബിന്ധ്യാവാസിനി ടെമ്പിളിലേക്കായിരുന്നു. ഗോഡസ് ബിന്ധ്യാവാസിനിക്ക് വേണ്ടിയിട്ടുള്ള ടെമ്പിൾ ആണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നമ്മൾ പോയത് ലേക്ക് സൈഡിലേക്കാണ്. ഇവിടുന്ന് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള ടെമ്പിളിൽ പോവാം. മാത്രമല്ല 1 hour മൊത്തം നമ്മളെ ലേക്ക് ചുറ്റി കാണിക്കും. രാത്രി ഇവിടെ ആരതി തുടങ്ങിയിരുന്നു, പക്ഷെങ്കിൽ മഴ കാരണം മാറ്റിവെച്ചു. ഭാഗ്യമുണ്ടെങ്കിൽ അതും കൂടെ കാണാട്ടോ. പൊക്രയിലെ നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. അവിടുന്ന് നമ്മൾ ബീഫിന്റെ തുക്കയും പിന്നെ ഒരു നേപ്പാളി തലി കൂടി വാങ്ങിച്ചു. അപ്പൊ ഇനി ബാക്കി നാളെ.